ശുഭകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം. ഇന്നും ഒന്നാണ്, ഇന്നലെ ഉണ്ടായതും ഇന്നുണ്ടായതും നാളെ ഉണ്ടാവുന്നത് ഒന്നല്ലേ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒന്നാം ദിവസം ഉണ്ടായത് 11-ാം ദിവസം ഉണ്ടായത് ഒന്നാവും. 121 കിടക്കുന്ന നമ്മൾ 21 ഇതൊന്നും മനസ്സിലായി. അതൊക്കെ ദിവസത്തിൽ പ്രത്യേകത സമാപിക്കുന്ന ഒരു പ്രത്യേകത. സമാപിക്കുന്ന വസോധാരയോട് കൂടിയാണ്. അതൊരു ഉണ്ടായ സംഭവമാണ്. ഒരു യജ്ഞം നമ്മൾ സമർപ്പിക്കണ്ട, അതൊരു അഗ്നി മുഖേന സമർപ്പിക്കുന്ന ഒരു സമ്പ്രദായം. ഒരു ഹോമം നടക്കണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുള്ളതല്ല. ആ ഹോമത്തിൽ നമ്മൾ ഒരു സുഖം, ഒരു പ്രത്യേക അളവിലൊരു സുഖമുണ്ട്. ആ സുഖം ഉണ്ടാക്കിയിട്ട് അതിൽ നെയ്യ് ഒഴിക്കും. അപ്പോൾ നെയ്യിങ്ങനെ ധാരധാരയായിട്ടൊഴുകും. അതിൻ്റെ കണ്ണിൽ അപ്പോൾ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉറക്ക മന്ത്രം തേക്കും. ആ മന്ത്രം കഴിയുന്നവരെ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതാണ് വസ്ത്രോദ്ധാരം. അതൊരു മഹത്തായിട്ട് അതൊരു കൂടിയാണ് പ്രശ്നമാണ്. എന്നിട്ട് അഭിഷേകം അങ്ങനെ കഴിയും. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത വർഷം അങ്ങനെ അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 3 മഹാരുദ്രങ്ങൾ നടക്കുന്നത് ഞാൻ പറഞ്ഞത് നേരത്തെ. ആ പറഞ്ഞ 3 മഹാരുദ്രങ്ങൾ അതിരുദ്രത്തിന് ശേഷം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിരുദ്രം കഴിഞ്ഞാൽ 11 വർഷം മഹാരുദ്രം നടത്താനും പിന്നെ 12-ാമത്തെ വർഷം വീണ്ടും അതിരുദ്രം നടത്തണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞത്. നമ്മൾ കണ്ടുവരുന്നത് അതാണ് വേണ്ടത്. അത് 2 നിലയിലാണ് ആഗ്രഹിക്കേണ്ടത്. ഒന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കണം, ദേവൻ അതുപോലെ പ്രീതനാവും വേണം. ഏതെങ്കിലും കാരണവശാൽ ദേവൻ അത് വേണ്ടാന്ന് തോന്നിയാൽ തോന്നില്ലല്ലോ. നമ്മുടെ സുഹൃതക്ഷയം നമ്മൾ പ്രാർത്ഥന കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് നല്ല തന്നെ ദേവനത് ഇഷ്ടം തന്നെ കഴിഞ്ഞില്ല. ദേവന് ഇഷ്ടം ഉണ്ടാവണമെന്ന് അപ്പം നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവും. നമ്മുടെ പ്രാർത്ഥന ഉണ്ടായാൽ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. നമുക്കാവശ്യമില്ലെങ്കിൽ അദ്ദേഹം കണ്ടുപിടിച്ചത് പ്രവചിക്കുന്നുള്ളത്. ഈശ്വരന്മാരൊക്കെ ഇന്നും നമ്മളോട് സംവേദന്മാർ നമ്മൾ ശത്രുക്കളൊന്നുമില്ല. അദ്ദേഹം ചിന്തിക്കുന്ന അദ്ദേഹത്തിന് ആവശ്യമുണ്ട് തോന്നണ്ടേ. ഈ വിഷൻ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ചോദിക്കണം തോന്നുമ്പോഴാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ ചോദിക്കണമെന്ന് അവിടെ ഇരുന്ന് പറഞ്ഞു ഞാൻ പറയണമെന്ന് പെരുന്നാലാവില്ല. നമ്മുടെ അടുത്തേക്ക് എത്തണം. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു വേദി ഉണ്ടാവണം. അപ്പോഴാണ് പറയുക. അപ്പോൾ ഈശ്വരൻ്റെ അടുത്തേക്ക് പോകാൻ നമ്മുടെ ഒരു ചാനലുണ്ടാവണം, വഴി ഉണ്ടാവണം. ആ വഴിയാണ് യജ്ഞങ്ങളും പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും ഒക്കെ ചേർന്ന് നമ്മൾ ഈശ്വരൻ്റെ എത്താൻ എളുപ്പമല്ല എന്ന് നമ്മുടെ പുരാണങ്ങളും സ്ത്രീകളൊക്കെ പറയുന്നു. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സത്യം, ആത്മനിവേദനം. ഇങ്ങനെ കുറേ കഴിഞ്ഞാൽ അത് ഈശ്വരനിൽ കിട്ടുക. ആദ്യം എടുത്താൻ പറ്റുക. ആദ്യം കുറേ കേൾക്കണം. ശ്രവണം കേൾക്കുക മാത്രമേ പറ്റുള്ളൂ. ആദ്യം കുറേ കേൾക്കാൻ കുറേ പാടാണ് ഉത്തരം. കീർത്തനം കഴിഞ്ഞാൽ കുറേ കേൾക്കുമ്പോൾ ശ്രവണം കീർത്തനത്തിന് പാടിക്കണം, പാട്ട് പാടിക്കണം. ഇത് പറഞ്ഞത് കേട്ടത് പഠിക്കണം. പിന്നെ സ്മരിക്കാൻ പറ്റും. ആ കേട്ടതൊക്കെ മനസ്സിൽ ഹൃദിസ്ഥാക്കാൻ പറ്റും. സ്മരണം സ്മരിക്കഴിഞ്ഞാൽ വിഷ്ണു സ്മരണം. അത് കഴിഞ്ഞാൽ പാദസേവനം. കുറച്ച് ഓരോരുത്തർ പറഞ്ഞാൽ ചെയ്തരാട്ടോ ഒരു വിനയാന്വിതനാവുന്നത്. പാദം അർച്ചനം. പിന്നെ ഈശ്വരനെ പൂജിക്കാനുള്ള മനസ്സുണ്ടാകും. ഈശ്വരനെ മാത്രമല്ല എൻ്റെ അടുത്ത് വരുന്നവരോടും നല്ലത് പറയാറുണ്ട്. അർച്ചനം, വന്ദനം. പിന്നെ വന്ദിക്കാറ് എല്ലാവരെയും വന്ദിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ കുറേശ്ശല്ല. വന്ദനം, ദാസ്യം. പിന്നെ എന്ത് വണ്ടിക്കും അടിച്ചു വരാനും മടിയില്ല, പുല്ല് പറിക്കാനും മടിയില്ല. അങ്ങനെ ദാസ്യം, സഖ്യം. പിന്നെ ഞാനും പുതിയ ഒന്നാ പറഞ്ഞു ആത്മനിവേദനം, ശരീരത്തെ അനുഭവത്തി. ഇങ്ങനെ ഇത്ര കഴിഞ്ഞാലേ എത്തുള്ളൂ. ഇപ്പം എത്തിക്കാരും ഇപ്പോൾ കുറേ കേൾക്കണം. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാപസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പോൾ കുറേ പണിക്കണം. IAS കിട്ടുന്നത് 1-ാമത് എഴുതുകയാണ്. അങ്ങനെ ക്ലാസ്സുകളിൽ കൂടി കുറേ കഷ്ടപ്പെട്ട് രാവും പല ഉറങ്ങിക്കുമ്പോഴാണ് IAS. അത് കുറേ ആൾ എഴുതിയാൽ ഒരാൾക്ക് വ്യത്യാസമൊന്നുമില്ല. അത് തന്നെയാണ് ഈശ്വരങ്കിലേക്ക് ഈ വന്ന 1 ലക്ഷം ആളുകൾ കണ്ടെത്താൻ പറ്റില്ല. ഇതിൽ എണ്ണപ്പെട്ട ആളുകൾ തന്നെ. അതിൻ്റെ തെളിവല്ലേ ഞാൻ. കേരളത്തിൽ എന്നേക്കാൾ പണ്ഡിതന്മാരായ ബ്രാഹ്മണരുണ്ട്. അവരൊക്കെ ഞാൻ നമസ്കരിക്കുന്നു. കാരണം അവരുടെയും കൂടി ഒരു പ്രാർത്ഥനയാകുമ്പോൾ ഒരു പക്ഷേ ഞാൻ എത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാരണം.
അനുഭവങ്ങൾ അനവധി ഈ നാട്ടിൽ തന്നെ ഒരു വലിയൊരു സംശയിക്കണ്ട, മാറ്റം ഉണ്ടാവും. ജനങ്ങളോട് ചോദിച്ചോളൂ മാറ്റം ഉണ്ടാവും. നിങ്ങൾ അന്വേഷിച്ചില്ലേ? ആളുകളോട് ചോദിച്ചില്ലേ? എന്താ പറഞ്ഞത്? അത്ഭുതമല്ലേ? അത്ഭുതം മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ സ്ത്രീകളൊക്കെ ഉണ്ട്, മാതൃസമൂഹ സ്ത്രീകളൊക്കെ. അവരൊക്കെ ഞാൻ ഈ 2.5 കൊല്ലം മുമ്പ് കുറേശ്ശെ കാണുന്നവരാണ്. അവരൊക്കെ പറഞ്ഞതിനോട് ഈ നാടിനെ ആകെ തിരുമേനി മാറ്റി തന്നു, നാടിൻ്റെ സ്വഭാവത്തെ മാറ്റി തന്നു. അതിൻ്റെ ജനങ്ങളുടെ മൈൻഡ് പരമാണ് വളരെ വ്യത്യാസമാണ്, വിശാലമാകുന്നു. ശത്രുവിൻ്റെ എൻ്റെ പരസ്പര വൈരാഗ്യങ്ങളിൽ എൻ്റെ ഇതൊക്കെ ലക്ഷണ മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഇതൊക്കെ കൊണ്ട് നടക്കണമോ അത് സ്വയം തീരുമാനിക്കുക. ഒരു സാധനം കയ്യിൽ കിട്ടിയാൽ നേർവഴിക്ക് ഉപയോഗിക്കണോ വേണ്ടയോ അവരവർക്ക് തീരുമാനിക്കുക. ഇത് കൊണ്ട് നടക്കാണ് വേണ്ടത്. ഈ സംവരണം ചെയ്തതിൻ്റെ ശക്തിയെ ഇവിടെ ഉള്ളവർ പരിശുദ്ധമായിട്ട് കൊണ്ട് നടന്നാൽ ഭാവിയിൽ ഈ ശത്രു കൊലപാതകം കാര്യങ്ങളൊക്കെ പറഞ്ഞത് വെട്ടണേ. ആ രീതിയിലല്ല പറഞ്ഞത്. അങ്ങനൊരു ക്ഷീണം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന ക്ഷീണം ഉണ്ടാകുന്നത് അത് ഒഴിവാക്കും. എന്തായാലും കണ്ണാടിപ്പറമ്പ് എന്നുള്ള സ്ഥലത്തിന് ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന കണ്ണാടിപ്പറമ്പായി. ആരും അറിയാത്ത കണ്ണാടിപ്പറമ്പ് ലോകം മുഴുവൻ അറിഞ്ഞത് മാത്രമല്ല, ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ എന്തായാലും ഇപ്പം സന്തോഷത്തിലാണ്. ഈ ഭയം നോക്കാം, അവർക്ക് ഭയമില്ല. ഇല്ലല്ലോ, ഇന്നലെ അവരെ ഭയം ഉണ്ടെങ്കിൽ ഇന്ന് അവർക്ക് ഭയമില്ല. അവിടെ അതൊന്നൊരു മാറ്റമാവും. വീടുകളിൽ കയറി ചോദിച്ചോളൂ എന്ന് മാറ്റമുണ്ടോന്ന്. വീടുകളിൽ കയറി ചോദിക്കാൻ നിങ്ങൾക്ക് വല്ല മാറ്റമുണ്ടോ? രാവിലെ 5 മണി തൊട്ടൊരു കേൾക്കുന്നുണ്ടല്ലോ മൈക്കും കൂടെ, വല്ല മാറ്റമുണ്ടോ ചോദിക്കും. അവർ പറഞ്ഞു മാറ്റമുണ്ടോ. എനിക്ക് സംശയമില്ല മാറ്റമുണ്ടെന്ന് ഇവർ പറഞ്ഞു. എന്താണെന്ന് അറിയില്ല. പറഞ്ഞു ഞാൻ ആരെയും കണ്ടിട്ടില്ല പറഞ്ഞത്. ഞാനൊരു വീട്ടിൽ പോയിട്ടില്ല. അവർ പറയും മാറ്റമുണ്ട്. അതെൻ്റെ വിശ്വാസം. കേട്ടുണ്ടെങ്കിൽ മാറ്റമുണ്ടാവും. ഇപ്പോൾ പാരമ്പര്യ സ്വഭാവത്തിലുള്ള ക്രിസ്ത്യാനിയെ കുടുംബത്തിൽ വെച്ചാൽ അങ്ങനെ ക്രിസ്ത്യാനി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ക്ഷേത്രങ്ങളായിട്ട് കുറേ ബന്ധങ്ങളുണ്ട് എനിക്ക്. അതെന്തോ മുൻജന്മ സുഹൃതം. ഞാൻ ആ വഴിയിലാണ് എൻ്റെ സഞ്ചാരം. മമ്മിയൂർ ദിവസം കൂടെ മെമ്പറാണ്. അത് അമ്പലത്തിന് വേണ്ടി ചെയ്യാറുണ്ട്. പെരുന്തട്ട ക്ഷേത്രത്തിൽ 10-25 കൊല്ലം പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളൊന്നും മാറി നിൽക്കണം. എല്ലാം ചെയ്യുന്നത് ഞാനാണ്. പദവികളൊന്നുമില്ല. പദവിയൊന്നും വേണ്ടാവണം. പദവി എന്തെങ്കിലും ചെയ്യാവുന്നില്ല. പദവി ഇല്ലാതെ ചെയ്യാം. പിന്നെ പദവിയൊക്കെ തന്നെ ഈ പദവി കിട്ടിയില്ലേ? അവർ പദവി എത്തിയില്ലേ? അപ്പോൾ ഒരു പ്രസിഡന്റ് അവിടെ കാലത്ര വലിയ പദവിയല്ലേ? ഞാനത് വേണ്ടാവുന്ന 1.5 കൊല്ലമായിട്ടുള്ളൂ. അതിന്നും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിൽക്കാൻ. എനിക്ക് വയ്യാറുണ്ട്. വേണ്ട, മാനസികമായിട്ട് ഉണ്ടാവുമല്ലോ. ഈ പൊതുപ്രവർത്തനം പോലെയാണല്ലോ ഇപ്പം അമ്പലങ്ങൾ. പണ്ട് അമ്പലങ്ങൾ അങ്ങനെയല്ല. പൊതുപ്രവർത്തനം ഇപ്പോൾ കുറേ പൊതുപ്രവർത്തനം പോലെ. അപ്പോൾ ചില നീരസങ്ങളൊക്കെ ഉണ്ടാവും, ഇഷ്ടമില്ലാത്തതുണ്ടാവും. ഈ നമ്പൂരി എന്നുള്ളതുകൊണ്ട് പരിമിതികളും ഉണ്ടാവും. ഇഷ്ടമില്ലാത്ത കേൾക്കാണ്ടാവില്ല, ഇഷ്ടമുണ്ടാവില്ല. മറ്റുള്ളവർ കേൾക്കണ പോലെയും കൂടി എനിക്കൊന്നും ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല. വേറൊരാൾ ചീത്ത പറയണ പോലും എനിക്ക് ചിലപ്പോൾ കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു പോവുക. മമ്മിയൊരു ദിവസം പോലെ മെമ്പറായത് എൻ്റെ ആവശ്യത്തിനല്ല. അതെല്ലാവരും കൂടി പറഞ്ഞിട്ട് സർക്കാർ നോമിനേറ്റ് ചെയ്തതല്ല 5 കൊല്ലത്തേക്ക്. എനിക്ക് മെമ്പറൊന്നും ആവണമെന്ന് ചെയ്യും. അവിടെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഒരു മെമ്പറായാലും ചെയ്യുന്നത്. ഇവിടെ യജ്ഞാചാര്യ പദവി തന്നാലേ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അന്ന് എന്നോട് അതൊന്നും ഒരു ആവശ്യപ്പെട്ടു നടത്തി തരാമെന്നോ നടത്തി തരാമെന്നോ. പദവി നോക്കിയിട്ടല്ല വന്നത്. പദവി പിന്നീട് വന്നതാണ്. അതാണ് പറഞ്ഞത്. ഞാൻ ആഗ്രഹിക്കാത്തതിൽ നല്ല ഉയരത്തിലെത്തിച്ച് തന്നിട്ട് മഹാവ് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ എനിക്കറിയില്ല. അത് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. പിന്നെ പല ക്ഷേത്രങ്ങളിലും ഉപദേശത്തിന് വരാറുണ്ട്, വഹിക്കുമെന്ന് പറഞ്ഞെടുക്കാറുണ്ട്. ഒന്നും ഉറപ്പാണ്, ക്ഷേത്രങ്ങളും സംസ്കാരങ്ങളും നിലനിന്നാൽ മാത്രമേ ലോകത്തിന് സമാധാനം ഉണ്ടാവൂ. അന്ധവിശ്വാസം എന്നൊക്കെ ആളുകൾക്ക് പറയാം. അന്ധന്മാർക്ക് അന്ധവിശ്വാസമാണ്. ഭക്തന്മാർക്കത് വിശ്വാസമാണ്. അത് ഉള്ളു തുറന്ന് നോക്കിയാൽ ഏതൊരു ഭക്തനും മനസ്സിലാവും. ക്ഷേത്രങ്ങളും ക്ഷേത്ര സങ്കേതങ്ങളും അവിടുത്തെ സംസ്കാരമാണെന്ന് വേണ്ടതെല്ലാവർക്കും. എന്നോട് പലരും നമ്മൾ ചോദിക്കാറുണ്ട്, ശുദ്ധാശുദ്ധങ്ങൾ എങ്ങനെയാണ് വേണ്ടത്, പോലെ എങ്ങനെയാണ് ആചരിക്കേണ്ടത്. അപ്പോൾ വേണച്ചിട്ടല്ലേ എന്ന് ചോദിക്കണം.
വേണ്ടാത്തിട്ടല്ല. ക്ഷേത്രത്തിൽ പോകാൻ പാടും, തൊടാൻ പാടും, അത് ചെയ്യാൻ പാടും. ഇങ്ങനെ അനവധി സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇത് ചെയ്യന്നെയാണ് വേണ്ടത്, ഇത് നഷ്ടപ്പെടുത്തരുത്. അത് നമ്മുടെ പൈതൃകമായ സംസ്കാരത്തെ നിലനിർത്തുമ്പോഴാണ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഒന്നും കൊടുക്കേണ്ടതല്ല. അപ്പം എന്തായാലും നശിക്കും. ഇന്നും നശിച്ചുകൊണ്ടിരിക്കുക സമൂഹം പല കാരണങ്ങളെ കൊണ്ട്. ഒന്ന് എന്താ പറയണ്ടത്, ഈ സ്വജാതീയമല്ലാത്ത വിവാഹങ്ങൾ നമ്മുടെ നാടിൽ നശിപ്പിക്കുന്നുണ്ട്. പരിശോധിക്കാം, അങ്ങനെയുള്ളൊരു ഇത് വരുന്നുണ്ട്. പിന്നെ സദാചാരമല്ലാത്ത പ്രവൃത്തികൾ, പാശ്ചാത്യ സംസ്കാരങ്ങൾ അത് കൊണ്ടുവന്ന് നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ പൈതൃകത്തിൻ്റെ സംരക്ഷണം അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമ്മുടെ ഇല്ലാത്തതുകൊണ്ടാണ്. കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ച് രക്ഷപ്പെടുന്നത് ശരിയല്ലേ? കുറച്ചെങ്കിലും എനിക്ക് എൻ്റെ മകന് ഞാൻ കൊടുക്കുന്നത് എൻ്റെ നല്ല സാധനങ്ങൾ എനിക്ക് അച്ഛൻ തന്നെ ഞാൻ കൊടുക്കണം. അപ്പോഴാണല്ലോ അവനത് കൊണ്ടുവരിക. അവർ ഞാനത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവൻ വേറെ രീതിയിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ തീർച്ചയായിരുന്നാൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചെയ്യുന്ന കുറ്റവും സമൂഹത്തിനോട് ചെയ്യുന്ന തെറ്റുമോ, സമൂഹത്തിനോട് കൂടി ചെയ്യുന്ന തെറ്റാ. എൻ്റെ പൈതൃകം ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ മകനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പോൾ വന്നിട്ട് വിചാരിച്ചല്ല, അയാൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ആളാണ്. 20 വയസ്സേ ഉള്ളൂ, 21 വയസ്സേ ഉള്ളൂ. ഡിഗ്രി കഴിഞ്ഞ് ബികോം കഴിഞ്ഞാൽ ചെറിയ ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ലീവ് എടുത്ത് എൻ്റെ ഒപ്പം വരണം. നമുക്ക് ഇത് കാണണം, ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കണം, അതിനു വേണ്ടി വരാൻ പോകും. അതാണ്ട് ആ കാശ് വേണ്ടിയിട്ടുള്ള കാശ് നമ്മൾ ജോലി ലീവ് എടുത്ത് വന്നാൽ ചിലപ്പോൾ താമസിച്ചവൻ അതാവുമല്ലോ. ഇവിടെ വന്നത് പഠിച്ച് വലുതായി ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കണം, അതിന് വേണ്ടിയിട്ട് മാത്രമേ കാര്യം സംശയമൊക്കെ ഗംഭീരം. ഭക്തജനങ്ങൾക്കും കൂടി ഉപകാരമാവട്ടെ. എല്ലാ ലോകത്തിനും എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവ
ഞങ്ങളെ എല്ലാത്തിൽ നിന്നും പരിരക്ഷിക്കട്ടെ. കൂടാതെ നിന്റെ തൂണികരം അതിനെ ഞങ്ങളിൽ നിന്നും ദൂരേക്കുമായിട്ടാണ്. ഇവിടെ നമുക്ക് രണ്ട് വൈദ്യുതികളെ കാണാം. ഒരിടത്ത് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ വീടിന്റെ ഞാനില്ലാതാകട്ടെ, നിന്റെ തൂണികര പൊയ്യട്ടെ, നീ ഞങ്ങളിൽ ആയുധം പ്രയോഗിക്കാനാണ് സമർത്ഥനാകട്ടെ. വേറൊരു ഭാഗത്ത് പറയുകയാണ്, നിന്റെ വീട്ടിലും നിന്റെ കരങ്ങളും നിന്റെ ആയുധങ്ങളും നിന്റെ കരങ്ങളും ഞങ്ങളെ എപ്പോഴും പരിരക്ഷിക്കട്ടെ. ഈ രണ്ട് വൈദ്യുതികളെ വളരെ രസകരമായി സാമരസ്യത്തോടുകൂടി ഇവിടെ യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. വൈദ്യുതികളെ യോജിപ്പിച്ചിട്ട് കൊണ്ടുപോകുമ്പോഴാണ് പ്രപഞ്ചം സംഘർഷരഹിതമായ സമാധാനത്തിലേക്ക് പോവുക എന്ന് ശ്രീകൃഷ്ണന്റെ ആദ്യത്തെ അനുവാദത്തിലൂടെ കാണിക്കുന്നു. ആദ്യത്തെ അനുവാദത്തിന് ഇതാണ്. ഇനിയുള്ള അനുവാദങ്ങളിൽ ശിവന്റെ വിവിധ ഭാവങ്ങളെ പറ്റി പറയുകയാണ്. ഒരു രണ്ട് മന്ത്രങ്ങളോടുകൂടി രണ്ടാം അനുവാദത്തിലെ എടുത്തതിന് ശേഷം നമുക്ക് നിർത്താം. നമോ ഹിരണ്യവാഹവേ സേനാനിയേ ശാംശതപതയേ നമഃ. സ്വർണ്ണാഭരണമണിഞ്ഞ കൈകളുള്ളവന് നമസ്കാരം. ഹിരണ്യവാഹവേ സ്വർണ്ണാഭരണമണിഞ്ഞ കൈകളുള്ളവന് നമസ്കാരം എന്നാണ് പറഞ്ഞത്. എവിടെയൊക്കെ സ്വർണ്ണാഭരണമണിഞ്ഞ കൈകൾ കാണുന്നുവോ അതെല്ലാം ശിവന്റെ കൈകളാണ്. ഹിരണ്യവാഹവേ സ്വർണ്ണാഭരണമണിഞ്ഞ കൈകൾക്ക്. അപ്പോൾ സ്വർണ്ണാഭരണമണിഞ്ഞ കൈകൾ എവിടെ കണ്ടാലും അത് ശിവന്റെ കൈകളാണ്. സേനാനിയേ നമഃ. സേനാനിക്ക് സേനകൾക്ക് സേനാപതിക്ക് നമസ്കാരം. ദിശാം പതയേ നമഃ. ദിക്കുകളുടെ പാലകൻ, ദിക്കുകളെ പാലിക്കുന്നവനും നമസ്കാരം. നമോ വൃക്ഷേഭ്യോ ഹരിയേഭ്യഃ പശൂനാം പതയേ നമഃ. പച്ചമുടിയുള്ള വൃക്ഷങ്ങൾക്ക് നമസ്കാരം. പച്ചിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് നമസ്കാരം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം. ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശ്രീ മഹാദേവ ശ്രീ പരമേശ്വര പാപ്പിനിശേരിയിൽ കുടികൊള്ളും ശംഭുവേ പ്രതിപദമിവനെന്നും തുണയാകണേ ദേവ. ആപാദപങ്കജം പ്രണമിക്കുന്നു ഞാൻ, ആപാദപങ്കജം പ്രണമിക്കുന്നു. ശ്രീ മഹാദേവ ശ്രീ പരമേശ്വര പാപ്പിനിശേരിയിൽ കുടികൊള്ളും ശംഭുവേ. തൂലികത്തുണ്ടിലും അടിയന്റെ മനസ്സിലും പൂങ്കാര കുസുമങ്ങൾ വിരിയണമേ. തൂലികത്തുമ്പിലും അടിയന്റെ മനസ്സിലും പൂങ്കാര കുസുമങ്ങൾ വിരിയണമേ. പാപ്പിനിശേരിയിലപ്പാതിന്നനുഗ്രഹം ഒരു വേള എന്നിലും ചൊരിയണമേ.
പാപ്പിനി ശേരിയിലപ്പാ നിന്നനുഗ്രഹം ഒരു വേള എന്നിലും ചൊരിയണമേ. പാരാതി ഭക്തനിൽ കനിയണമേ. ശ്രീ മഹാദേവ ശ്രീ പരമേശ്വര പാപ്പിനി ശേരിയിൽ കുടികൊള്ളും ശംഭുവേ. എനിക്കു നൽകി നിൻ തിരുനാമം പാടുവാനല്ലയോ ഭഗവാനി വരദാനം എനിക്കു നൽകി. സപ്തസ്വരങ്ങളാൽ നിറമാല കോർത്തു ഞാൻ അവിടുത്തേക്കിന്നു നൈവേദ്യമാക്കാം. സപ്തസ്വരങ്ങളാൽ നിറമാല കോർത്തു ഞാൻ അവിടുത്തേക്കിന്നു നൈവേദ്യമാക്കാം. ഓം നമഃ ശിവായ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം. ഭക്തജനങ്ങൾ, അപ്പൊ അതുകൊണ്ട് ഈ പൂജയുമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് സഹകരിക്കണം. ഉള്ളത് നമുക്ക് എടുക്കാം, കിട്ടാത്തവർക്ക് വിഷമമുണ്ടാകുകയും അരുത്. കാരണം ഈശ്വരന്റെ പ്രസാദം കിട്ടുന്ന വസ്തുക്കളിൽ മാത്രമല്ല മറ്റു പലതരത്തിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഈശ്വരൻ ഇത് വേണമെന്ന് നിശ്ചയിക്കുന്നവർക്ക് ഇത് കിട്ടുകയും ഇതില്ലാതെയും കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതുന്നവർക്ക് ഇത് കിട്ടാതിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. കിട്ടുന്നവർ കിട്ടാത്തവരെക്കാൾ ഭാഗ്യവാന്മാരല്ല, ഭാഗ്യവതികളുമല്ല. കിട്ടുന്നവർക്ക് ഇതിന്റെ ആവശ്യകതയുണ്ട് എന്ന് ഈശ്വരൻ കാണുന്നു. കിട്ടാത്തവർക്ക് ജീവിതം മുന്നോട്ട് പോകുവാൻ ഒരിക്കലും ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഇനി ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകാതെ ജീവിക്കണം എന്നാണ്. ആരമായി പാലാഴി കടയാൻ ഉപദേശിച്ചു. പാലാഴി കടഞ്ഞു തുടങ്ങി. കഥ എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. അങ്ങനെ പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മന്ധരപർവ്വതം, കടക്കോലായിട്ട് ഉപയോഗിച്ചിരുന്ന മന്ധരപർവ്വതം താഴാൻ തുടങ്ങി. ദേവന്മാരും അസുരന്മാരും അത് തിരിച്ചറിഞ്ഞില്ല. മന്ധരപർവ്വതം താണുപോയാൽ പാലാഴി കടയുക എന്ന അതിസാഹസികമായ പ്രക്രിയ നടക്കില്ല എന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു ആരുടെയും പ്രാർത്ഥനയ്ക്ക് കാത്തു നിൽക്കാതെ, ആരുടെയും അഭ്യർത്ഥനയ്ക്ക് കാത്തു നിൽക്കാതെ സ്വയം ഒരാമയായി വെള്ളത്തിലിറങ്ങി തന്റെ മുതുകിൽ മന്ധരപർവ്വതത്തെ താങ്ങി നിർത്തി എന്ന് മഹാഭാഗവതം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അന്ന് ആഹാരം കഴിക്കുവാനും വെള്ളം കുടിക്കുവാനും ബുദ്ധിമുട്ടാകുമെന്നും ദേവി മുൻകൂട്ടി കാണുന്നു. ദേവി പറയുകയാണ് ദേവന്മാരോട്, ഒരു കാലത്ത് ഭൂമി അപ്പോഴെല്ലാം നാം ആശ്രയിക്കുന്നതാണ് ഈശ്വരൻ. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒരാശ്രയ സംഖ്യയെ വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, കൊടും വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ദേവിയെ സ്തുതിക്കും. ദേവി പ്രത്യക്ഷപ്പെട്ട് 100 കണ്ണുകളോടുകൂടി പ്രത്യക്ഷപ്പെട്ട്, അതുകൊണ്ട് ദേവിക്ക് ശതാക്ഷി എന്ന പേര്. തന്റെ സൃഷ്ടിജാലങ്ങളെ മുഴുവൻ നിലനിർത്തുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത ദേവതാ സങ്കല്പം. ആ ദേവിയെയാണ് ശാകംഭരി അഥവാ ശതാക്ഷി എന്ന് വിളിക്കുന്നത്. ആ ശാകംഭരി ദേവിയുടെ പൂജയാണ്. ദുർഗാ ഭഗവതിയുടെ എഴുതിയ കാലം സാർത്ഥകമായോ എന്ന് നമുക്ക് തോന്നുമാറ് നമ്മുടെ രാജ്യവും ലോകവും വരൾച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇവിടെ പ്രസാദമായിട്ട് തരുന്നത് വൃക്ഷത്തൈകളാണ്. ഈ വൃക്ഷത്തൈകൾ പൂജിക്കപ്പെട്ട പൂജയിൽ വെച്ചിട്ടുള്ള ഈ വൃക്ഷത്തൈകളെ വീട്ടിൽ കൊണ്ടുപോയി പവിത്രമായ ഒരു സ്ഥലത്ത് നട്ടുവളർത്തുമ്പോൾ ഭൂമിയുടെ ഒരു ഭാഗത്തെ നാം സംരക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുകയും ഓക്സിജനെ അന്തരീക്ഷത്തിലേക്ക് കൊടുക്കുകയും ചെയ്യും. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്
ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ഭൂമി ആഗോളതലത്തിൽ ചൂടാകും. ഭൂമി ചൂടാകുമ്പോൾ രണ്ട് കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, മഴ വേണ്ടപ്പോൾ പെയ്യില്ല. രണ്ടാമത്, ഭൂമിയുടെ രണ്ടറ്റത്തും ഉറഞ്ഞുകൂടിയിരിക്കുന്ന മഞ്ഞുപാളികൾ ഉരുകി വെള്ളപ്പൊക്കവും അതുപോലത്തെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഭാഗത്തായിട്ട് വളർന്നു വരുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ഓക്സിജനും അത് നശിപ്പിക്കുന്ന കാർബൺ ദേവിയുടെ പ്രസാദം കൊണ്ട്, നമ്മുടെ ദേവിയുടെ പൂജ കൊണ്ട് ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മലിനീകരണത്തെ ഇപ്പോൾ സൗഖ്യം, കുടുംബപരമായിട്ടുള്ള സൗഖ്യം, സാമൂഹ്യപരമായിട്ടുള്ള സൗഖ്യം, ഈ ലോകത്തിന്റെ സൗഖ്യം, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വരും. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രയത്നം കൊണ്ട് നാടിന് മുഴുവൻ ഗുണമുണ്ടാകുമെന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് ഇവിടെ കിട്ടാൻ പോകുന്ന ഈ ചെടി. ഇത് വീട്ടിൽ കൊണ്ടുപോയി പരിപാവനമായ ഒരു സ്ഥലത്ത് ഇത് നട്ട് അതിനെ വളർത്തണം. അത് വളർന്ന് വലുതാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഗുണമുണ്ടാകും, നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഇതിൻ്റെ നിലനിൽപ്പ് കൊണ്ട് തന്നെ ഗുണമുണ്ടാകും. ദേവിയുടെ പ്രസാദം കൊണ്ട് ലോകത്തിന് മുഴുവൻ ഗുണകരമാകും എന്ന് തെളിയിക്കുന്ന ഒരു പൂജയാണിത്. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം. നാരായണ ദേവി നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ദുർഗേ നാരായണ നാരായണ ദേവി നാരായണ. ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ. തിരക്ക് കൊടുത്ത് കിറ്റ് വാങ്ങുക, തിരക്ക് കൊടുക്കാതെ വാങ്ങിക്കുക.